ഓ ഗൈസ്, നമ്മൾ എവിടെ പോകുന്നു? നമ്മള് വണ്ടിക്കല്ലേ പോണം. നമ്മളിന്ന് പോകുന്നത് മാൽപ്പ ബീച്ചിലോട്ടാണ്. മാൽപ്പേ ബീച്ചിലോട്ടാണ്. മാൽപ്പേ ബീച്ച് മാംഗ്ലൂർ. നമ്മൾ വർക്ക് ചെയ്യുന്ന മംഗളാപുരത്താണ്. മംഗളാപുരത്ത് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 55 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പം പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾക്ക് കാണിക്കുക, നമ്മുടെ സിബി മച്ചാനെയും കാണിച്ചു. ഞങ്ങൾക്ക് 3 പേർക്കും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഒന്ന് ചില്ല് ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് എവിടെയെങ്കിലും പോകണല്ലോ എന്ന് ഓർത്തിട്ട് ചുമ്മാ വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയതാണ്. ഇതാണ് അവസ്ഥ. ബ്ലോക്കാണ്. രാവിലെ എല്ലാത്തിനെയും കുത്തിപ്പൊക്കി എഴുന്നേറ്റ് പോകാന്ന് പറഞ്ഞ, പക്ഷെ അതെ, ഇവിടെ പരിപാടി ഏൽപ്പിച്ചാൽ ഇതൊക്കെ തന്നെ അവസ്ഥ. രാവിലെ എഴുന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കത്തില്ല. രാവിലെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും പറയാം എവിടെയാ പോകേണ്ടത്. നമ്മളങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ. ക്ലിക്ക് ചെയ്യും, ഓണാണ്. 60 കിലോമീറ്റർ അല്ലേ? ഉടുത്തി fight stories to tell. See both sides like you know. See on both sides like you know. Swimming like blue water. Eating like I'm underwater. Like my tattoos and Shibuya. Police think I'm ugly. 1 hour later. ಕನಸಿನ ಮನೆಯನ್ನ ಖರೀದಿಸುವ ಸಮಯ ಇದೀಗ ಬಂದಿದೆ. ನೀವು ರೋಹನ್ ವಿರಾಜ್ ಬಗ್ಗೆ ಮಾತಾಡ್ತಿದ್ದೀರಾ ತಾನೆ? ವಾವ್, ರೋಹನ್ ಕಾರ್ಪೊರೇಷನ್ ಅರ್ಪಿಸುತ್ತಿದೆ ಹೊಸ ഡീകാർബണൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർ കിട്ടുമല്ലോ. അതിന് എത്ര രൂപ? നമുക്കൊരു പറ്റി. ഇന്നിവിടെ ബീച്ച് ക്ലോസ്. ആകെ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള സീവോക്ക് മാത്രമാണ്. ഈ കട്ടപ്പരുവലത്ത് ഇതുവഴി നടക്കാനായിട്ട് ഭ്രാന്തം തോന്നി. ഇവിടെ കുറച്ച് അണ്ണന്മാരൊക്കെ എന്നിട്ടേ ചൂണ്ടയിടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് അത് പോയി കാണാം. ഇങ്ങനെ ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് ഒക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ആ ഹൈലൈറ്റ് കാണിച്ചു കൊടുക്കുക. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബോട്ടിംഗ് സർവീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ബീച്ച് ക്ലോസ് ആയതുകൊണ്ട് ഒന്നുമില്ല. പിന്നെ ഈ കാണുന്ന വഴി നമുക്ക് ഇവിടുന്ന് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞ ഷിപ്പ് യാർഡിലോട്ടുള്ള റൂട്ടാണ്. ഈ കനാലിൽ വഴിയാണ് ഷിപ്സൊക്കെ അങ്ങോട്ട് എത്തിക്കുന്നത്. ഇതാണ് സീ വോക്ക്. ലെറ്റ്സ് വോക്ക്.
നമ്മുടെ മാൽപേ പ്ലാന് പാളിപ്പോയതുകൊണ്ട് നമ്മളിപ്പോൾ പടുകോദ്രി ബീച്ച് വന്നു. ഇത് ബ്ലൂ ഫ്ലാഗ് ബീച്ച് പടുകോദ്രി എൻ പോയിന്റ്. ഇവിടെ ഒരു എക്കോ ഉണ്ട്. ഇങ്ങോട്ടോ അടുത്തോ ഇവിടെ ഒരു എക്കോ ഫോം ചെയ്യുന്നുണ്ട്. ഹലോ ആ സൗണ്ടിനകത്ത് ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. ഹലോ വേണ്ട വാ, ബീച്ച് കാണിക്കാൻ വന്നതല്ലേ, ബീച്ച് കാണിക്കാം. ഇവിടെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ആട്ടോ. ഇവിടെ നല്ല ഇവര് ബീച്ചൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ കടലിലോട്ട് ഇറങ്ങാൻ അവർ സമ്മതിക്കത്തില്ല, ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കടലിലോട്ട് ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. പിന്നെ കയാക്കിംഗ് ഉണ്ട്. സോ നമുക്ക് കയാക്കിങ്ങിലോട്ട് പോകാം. ഫസ്റ്റ് ടൈമാണ് കയാക്കിങ് ചെയ്യുന്നത്. ജസ്റ്റ് ഡു ദിസ്, കം ഓൺ. നമ്മൾ കയാക്കിങ് ചെയ്യാൻ പോട്ടോ. കയാക്കിങ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട്. ഈ ക്യാമറമാന് ഞങ്ങള് പ്രതിഫലമായിട്ട് ദിവസം 2 കോഴിമുട്ട കൊടുത്ത് ഈ ശരീരം പുഷ്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ, മസിലൊക്കെ കണ്ടോ, ഫുള്ള് മസിലാ. പേടിക്കേണ്ട കാര്യമില്ല, എല്ലാം ഇന്ന് തീരുമാനമാവും. ചെറുതൊന്നും പറ്റത്തില്ല, നമുക്ക് വലുതേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് വെള്ളം, ഇതിനകത്തുണ്ടല്ലോ, ഇതിനകത്ത് കാണിച്ചേ ഇത് കണ്ടോ, ആ ഹോളിൽ കൂടെ വെള്ളം വരുമെന്ന് ഞാൻ പറഞ്ഞേ. ഈ ഹോളിൽ കൂടെ വെള്ളം വരുമെന്ന്. പക്ഷെ അത് വിഷയമില്ല, മുങ്ങിപ്പോത്തൊന്നുമില്ല. അറിയത്തില്ല, ചിലപ്പോൾ മുങ്ങിയാലും മതി. അതുകൊണ്ട് നമ്മളതുകൊണ്ട് വലിയ സാധനം എടുത്തു. ചുമല എനിക്ക് കളർഫുൾ വേണം. രണ്ടുപേരുടെ അഭിപ്രായമല്ലോ നമ്മൾ ചാരി ഇരിക്കാനോ, കുഷ്യൻ സീറ്റ് വെച്ചുതരാനി. എടാ, ഇത് നിങ്ങൾ ഈ ഒടുക്കത്തെ സൈസ് ഉള്ളവന്മാരൊക്കെ കൂടെ ഇരുന്നിട്ട് ഇത് മുങ്ങോ? ഇത് ഫസ്റ്റ് ടൈമാ. ഞങ്ങൾ ഡെയിലി ഇതാണല്ലോ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ഈ അക്കയാട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരുന്നേ. ആ സ്ട്രെയിറ്റ് പോകാനായിട്ട് 2 സൈഡും കൂടെ ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നുഴയണമെന്ന്. ഹായ് ഗായ്സ്, നമ്മള് കയാക്കിങ്ങിലാട്ടോ. എടാ ഇടിക്കും, എടാ തട്ടി ഇടിക്കും. എടാ അങ്ങോട്ട് നമുക്കിത് അറിയത്തില്ല. അറിയത്തില്ല. വണ്ടി ഇരിക്കണം, അങ്ങോട്ട് പിടിക്കണം. എടാ ആമയാണോ പോകുന്നത്? ആമയല്ല, എടാ വേണ്ട ആമ. ആമയല്ല, ഒരു കൊട്ടയൊക്കെ ആമയല്ല. വേറെ 300 കൊടുക്കുന്നു. അരമണിക്കൂർ എന്തായാലും അവിടെ തന്നെ തുഴഞ്ഞാലും. ഇവിടെ ആ കരക്ക് കയറിയിട്ട് നമുക്ക് വണ്ടി എടുത്തോട്ട് പോവാം. അയ്യോ, അങ്ങനെ തുഴഞ്ഞു നമ്മളിപ്പോ എവിടെ ചേട്ടാ തെണ്ടി അങ്ങോട്ട് പിടിക്കും. വണ്ടിയെല്ലാം കൂടെ കൂട്ടിയിടിച്ചപ്പോ മറിയും. എടാ ഇവന് മെന്റലാ. അങ്ങോട്ട് പിടിക്കാം. ഓക്കെ, നമ്മൾ ആക്ച്വലി ഏത് ഡയറക്ഷനിൽ പോകാനായിട്ട് വരുന്നത്? അങ്ങോട്ടാണ് പോകുന്നത്. എന്നാൽ അവിടെ പോയി യൂട്ടേൺ എടുത്തിട്ട് വരാം. എവിടെ? അവിടെ പോയി വീഡിയോ എടുക്കാം. അവിടെ നല്ല വ്യൂ ഉണ്ട്. മെല്ലെ തുഴഞ്ഞാൽ മതി. സിവിനെ ആരും ഊരെടുത്താ അങ്ങോട്ടല്ല സാറേ, അവനിക്കറിയാം. അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ. എന്റെ പിടിച്ച് എന്റെ ബാക്കി മാത്രല്ലേ കിട്ടുള്ളൂ. ആ സിബിൻ രാജ്, ആ ഞാൻ തൊഴിൽ ഒരു മണി വിളിച്ചു. ഇവിടെ വാ, ഇങ്ങോട്ട് വാ. ബ്രേക്ക് പിടിക്കണം. ബ്രേക്ക് പിടി.
എടാ അങ്ങോട്ട് പോകണ്ട കേട്ടോ, കടലിലോട്ട് പോയി കളയും. എടുത്തു പിടി കൊണ്ട് കൊടുത്തേക്കാം. വെള്ളം തെറിപ്പിക്കല്ലേ. എന്താ ഇതവനോട് റൈറ്റ് പിടി. അയ്യോ മടുത്തില്ലേ? എടാ ഇത് തന്നെത്താനെ കാറ്റ് പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാ? എടാ എന്നാ പിന്നെ കുറച്ചു ദൂരം അങ്ങോട്ട് പോയി നോക്കിയാലോ? നോക്കാം. ആഴം കൂടി കഴിഞ്ഞാൽ ഇത് പൊങ്ങിയിരിക്കുന്ന സാധനമല്ലേ, താതൊന്നും പോകത്തില്ലല്ലോ. ഇയാള് മണ്ടറാണ് ഇയാള്. ആരും പേടിക്കണ്ട, ഒന്നീ പനിച്ച മൂന്നാ മാറ്. ഇതൊക്കെ എന്ത് നുമ്മ കാണിച്ചാലോ, നോക്കോ എടുത്തോണ്ട് പോക്കോ ഇനി എന്നെ. ഇത് റിവ്യൂ അബൌട്ട് ദ ട്രിപ്പ്, അതാണ് കോൺവെർസേഷൻ ടോപ്പിക്ക്. പറ, ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ഔട്ടിങ്ങിനെ കുറിച്ചുള്ള നല്ല. ആദ്യം മാൽപ്പ ബീച്ചിൽ പോയി, ഊമ്പി ഒന്നും കാണാനൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ പടുപുത്തിരി വന്നപ്പോഴാണ് നമുക്ക് കയാക്കിംഗ് പറ്റി അറിയാൻ പറ്റിയത്. അങ്ങനെ കയാക്കിങ് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ബീച്ചിൽ ഇറങ്ങാമെന്ന് ഓർത്ത് വന്നപ്പോഴത്തേക്കും വേണ്ട തിര കൂടുതലായതുകൊണ്ട് ബീച്ചുകാർ ഇറക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതും വേണ്ടെന്ന് വെച്ച് കയാക്കിന് കൂടെ ഞാനും ഇവനുമാണ്. തുഴഞ്ഞ് കഴിഞ്ഞ അണ്ണന്റെ കോറ്റൻ കീറി. അങ്ങനെ നമ്മള് ബീച്ചിന് പകരം കുറച്ചു നേരം ഊഞ്ഞാലാടി എൻജോയ് ചെയ്തു. അയ്യോ അമ്മേ എന്ന് ബാക്കി പറ. അയ്യോ അമ്മ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് രാവിലെ സഡൻലി പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് കേട്ടോ. ഞങ്ങൾ ആദ്യം മാൽപ്പയ്ക്ക് പോകണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. മാൽപ്പയ്ക്ക് പോയി എന്നുള്ളത് സത്യമാണ്, പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ അതുവഴി എണ്ണയും കത്തിച്ച് പോയി എന്നല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തിരിച്ച് വന്നാണ് പോകുന്ന വഴിക്കായിരുന്നു ഈ പടുപുത്തിരി ബീച്ച്. ഇവിടെ കയറിയാൽ മതിയായിരുന്നു, വേറെ വലിയ. പോണ വഴിക്കാൻ ഞങ്ങൾ സോന ഹോട്ടൽ കണ്ടു. സോന ഹോട്ടലിൽ ഓരച്ചോറും ഓംലേറ്റും സൂപ്പറായിരുന്നു, ഫുഡ് സൂപ്പറായിരുന്നു. ചേച്ചിക്ക് സന്തോഷമായിട്ടെന്ന് കരുതി ഈ അറിയാൻ ഇങ്ങനെ കാണും. ചേച്ചിക്ക് സന്തോഷമായി വന്നിട്ട്. ചേച്ചിക്ക് സന്തോഷമായില്ല. 650 രൂപയുടെ ബില്ല് തന്നു. നമുക്ക് ഭയങ്കര ബില്ല് വന്നപ്പോൾ എല്ലാരും കണ്ട് ഓക്കെ. ഇത് ഞങ്ങളിപ്പോ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ആകെ ഫുള്ള് ഡിപ്രഷനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാഴ്ച. എന്റെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരാഴ്ചത്തെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിയുകയാണെങ്കിൽ ട്രിപ്പൊക്കെ പോകും. ഇവല്ല ഔട്ടിങ്. ഇവൻ വർക്ക് ചെയ്യുന്ന ഡി-അഡിക്ഷൻ. ഞങ്ങൾ രണ്ടുപേരും സൈക്യാട്രി വാലിലാണ്. അവിടെ ഭയങ്കര സീനാണ്. എനിക്കുണ്ട് ഡിപ്രഷൻ. നൈറ്റ് ഡ്യൂട്ടി നൈറ്റ് നമ്മള് വേറൊരു സ്ഥലത്ത് നമ്മള് കട്ടിലേക്ക് കിടന്നുറങ്ങേണ്ട സമയത്ത് നമ്മള് രാത്രി പണിയെടുക്കുമല്ലേ, നമ്മൾ അവിടെ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുമല്ലേ. അപ്പൊ പിന്നെ സ്ട്രെസ് ഉണ്ടല്ലോ. 1 വീക്കാണ്. 1 വീക്ക് ഭയങ്കര സ്ട്രെസ് ആണ്. സോ അതിനൊരു റിലീഫ് കിട്ടാനായിട്ട് നമ്മള് വന്ന യാത്രയാണ്. സോ ഗുഡ്. ഓക്കെ, ദിസ് ഈസ് A6 Vlog signing off.